ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ബഡ്സ് വെച്ചിട്ടുള്ള ഒരു വൈറൽ ഡ്രോയിങ് ഐഡിയ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ സർക്കിളായിട്ട് നമ്മൾ കുറച്ച് കളേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. നമ്മൾ ആ ഒരു വൈറൽ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് നമ്മളിങ്ങനെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് പിന്നെ വീണ്ടും ഡാർക്ക് കളേഴ്സ് ലൈറ്റിലോട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യുന്നതെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രയോൺസ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ക്രയോൺസ് അല്ല, ഓയിൽ പേസ്റ്റൽസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രയോൺസ് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഓയിൽ പേസ്റ്റൽസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നും കൂടെ നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എന്നും ഉണ്ടാവണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അതിനുശേഷം കമൻറ്റും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇനി ബഡ്സിൽ ഇനിയാണ് നമ്മുടെ പരിപാടി. ബഡ്സ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ സൈഡിലോട്ട് നമ്മുടെ ഈ ഒരു ഫെദർ വരുന്ന ലുക്ക് ഉണ്ടല്ലോ അതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ആ വൈറൽ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം വൈറൽ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഫെദറായിട്ട് വരുന്നതാണ് കേട്ടോ അവരെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ക്രയോൺസ് ഓയിൽ പേസ്റ്റൽസ് നല്ല ഡാർക്കിൽ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ വരുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അവർ കാണിക്കുന്ന പോലെ ഒന്നും വരുന്നില്ല കേട്ടോ. കുറച്ചധികം പണി തന്നെ എടുക്കുന്നുണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. പക്ഷേ അത്രയൊന്നും ആയില്ല കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഡാർക്കാക്കി കൊടുത്തു. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബഡ്സ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫെദർ ഡാർക്കായിട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഓയിൽ പെസ്റ്റൽസിൻ്റെ കുഴപ്പമാണോന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സക്സസ് ആവുമെന്ന് കേട്ടോ. പിന്നെ എന്നിട്ടും ശരിയാവേണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫെദറിൻ്റെ ലുക്ക് ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് പോലെ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ലൈൻസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് ആ ഒരു റൗണ്ടിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു ഫെദർ ലുക്കിലോട്ട് നമ്മൾ ആ കൊടുത്ത കളേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുത്തു കേട്ടോ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ആ ഒരു റൗണ്ടിനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അവർ കാണിക്കുന്നത് കേട്ടോ. റൗണ്ടിനെ ജസ്റ്റ് നമ്മുടെ ബഡ്സ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഫെദറായിട്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു. ഞാൻ ജസ്റ്റ് സ്ട്രോക്സ് ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ആ നമ്മുടെ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ടൊന്ന് കൊടുത്തു കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു ഫെദറിൻ്റെ ലുക്കൊക്കെ ഏകദേശം വരുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഫെദർ കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ സെൻറ്ററൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് ഈ ഒരു സൈഡ് നമ്മൾ നല്ല സ്മഡ്ജ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മളതിങ്ങനെ വലിക്കും തോറും നമ്മുടെ ഫെദറിൻ്റെ ലുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് എനിക്ക് വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈൻ ഇട്ടിട്ടാണോ ലൈൻ ഇട്ടില്ലാതെയാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതെന്ന്. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡ്രോയിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് അധികം ഒന്നും നമുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്നും കൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗം കുറച്ച് അഭംഗിയായിട്ടുണ്ട്, അതായത് ടോപ്പ് ഭാഗം. അപ്പോൾ അതൊക്കെ ഒന്ന് ബെസ്റ്റാക്കി ഭംഗിയാക്കി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണണ്ടേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വലിയ കുഴപ്പമില്ലാണ്ടെന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അവർ കാണിക്കുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല.